കുടിക്കുന്ന കോളയിലും ജ്യൂസിലുമെല്ലാം ഇനി വലിയൊരു മാറ്റം വരാൻ പോകുന്നു. കൊക്കോകോളയും പെപ്സിയും അടക്കി വാഴുന്ന ശീതള പാനീയ വിപണിയിലേക്ക് മുകേഷ് അംബാനിയുടെ റിലയൻസ് ശക്തമായി കാലെടുത്ത് വെക്കുകയാണ്. ഇത് വിപണിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിലിന് കീഴിലുള്ള റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ് അഥവാ RCPL ഇന്ത്യൻ ശീതള പാനീയ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനായി നിക്ഷേപിക്കുന്നത് ചെറിയ തുകയൊന്നുമല്ല. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഏകദേശം 6000 മുതൽ 8000 കോടി രൂപയുടെ ബൃഹത്തായ നിക്ഷേപമാണ് അവർ നടത്താൻ പോകുന്നത്. ഈ മുന്നേറ്റത്തിലെ പ്രധാന താരം നമ്മുടെ എല്ലാം ഗൃഹാതുരത്വം ഉണർത്തുന്ന കാമ്പ ബ്രാൻഡാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന കാമ്പയെ വീണ്ടും വിപണിയുടെ മുൻനിരയിലേക്ക് എത്തിക്കുകയാണ് റിലയൻസിന്റെ പ്രധാന ലക്ഷ്യം. ഒപ്പം മറ്റ് പാനീയങ്ങളും വിപണിയിൽ ശക്തമാക്കും. ഈ ലക്ഷ്യം നേടുന്നതിനായി റിലയൻസ് പൂർണ്ണമായും തയ്യാറെടുത്തു കഴിഞ്ഞു. രാജ്യത്തിലുടനീളം 10 മുതൽ 12 വരെ പുതിയ നിർമ്മാണ യൂണിറ്റുകളാണ് അവർ സ്ഥാപിക്കാൻ പോകുന്നത്. നിലവിൽ 18 ഫാക്ടറികളുള്ള റിലയൻസ് ഇതോടെ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിപണി ലക്ഷ്യമാക്കി ഗുവാഹത്തിയിലും ബീഹാറിലുമെല്ലാം പുതിയ യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയുടെ മുക്കിലും മൂലയിലും റിലയൻസിന്റെ പാനീയങ്ങൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. കാമ്പ-കോള മാത്രമല്ല, റിലയൻസിന്റെ ഉൽപ്പന്ന നിരയിൽ വേറെയും താരങ്ങളുണ്ട്. കാമ്പ ഓറഞ്ച്, ലൈം, സോസിയോ, സൺക്രഷ് ജ്യൂസ് എന്നിവ കൂടാതെ റാസ്കിക് എന്ന ഹൈഡ്രേഷൻ ഡ്രിങ്കും സ്പിന്നർ എന്ന സ്പോർട്ട് ഡ്രിങ്കും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, സ്പിന്നർ എന്ന പാനീയം ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരനുമായി ചേർന്നാണ് വികസിപ്പിച്ചത്. ഇനി റിലയൻസിന്റെ പ്രധാന തന്ത്രം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് വിലയാണ്. എതിരാളികളെ അമ്പരിപ്പിച്ചുകൊണ്ട് സ്പിന്നർ സ്പോർട്സ് ഡ്രിങ്ക് അവർ പുറത്തിറക്കിയത് വെറും 10 രൂപയ്ക്കാണ്. അതായത് വിപണിയിലുള്ള മറ്റു ബ്രാൻഡുകളുടെ പകുതി വിലയ്ക്ക്. വില കുറയ്ക്കുന്ന ഈ തന്ത്രത്തിലൂടെ സാധാരണക്കാരിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്താനാണ് റിലയൻസ് ശ്രമിക്കുന്നത്. ഈ തന്ത്രങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം RCPL നേടിയത് 11,500 കോടി രൂപയുടെ വരുമാനമാണ്. അതിൽ കാമ്പയും ഇൻഡിപെൻഡൻസ് ബ്രാൻഡും മാത്രം 1000 കോടി വീതം സംഭാവന ചെയ്തു. ഇപ്പോൾ തന്നെ കാമ്പ ലഭ്യമായ സ്ഥലങ്ങളിൽ ഇരട്ടി മാർക്കറ്റ് ഷെയർ നേടിക്കഴിഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 2026 മാർച്ചോടെ രാജ്യത്തെ 70% വിപണിയിലും സാന്നിധ്യം ഉറപ്പിക്കാനാണ് അംബാനിയുടെ ലക്ഷ്യം. അപ്പോൾ വിപണിയിലെ മത്സരം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഒരു വശത്ത് കൊക്കോകോള, പെപ്സിക്കോ പോലെയുള്ള ആഗോള ഭീമന്മാർ, മറുവശത്ത് കുറഞ്ഞ വിലയും വിപുലമായ വിതരണ ശൃംഖലയുമായി മുന്നേറുന്ന റിലയൻസ്. ശീതള പാനീയ വിപണിയിലെ ഈ ശക്തമായ മത്സരത്തിൽ ആര് മുന്നിലെത്തും? കാമ്പയുടെ ഈ തിരിച്ചുവരവ് ഇന്ത്യൻ വിപണിയെ മാറ്റിമറിക്കുമോ? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.